ഹലോ. ഇന്നുണ്ടല്ലോ, ഇന്നെപ്പോഴാണ്, ഇന്ന് 6th Jan ആട്ടോ, മൺഡേ. അപ്പോൾ കുറേ ദിവസം കുറേ അവധിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഓഫീസ് പോകാൻ ഭയങ്കര മടിയാണ്. അപ്പം അപ്പം ഞാനിങ്ങനെ മടി പിടിച്ച് ഇവിടെ കിടക്കുമായിരുന്നു, ഇരുന്നേക്കണ്ടേ. ഞാൻ 9:30 ഞാൻ അലാം വെച്ചായിരുന്നു. അതിന് മുന്നേ ആണ് എണീറ്റിരുന്നത്. പക്ഷെ ഞാൻ അതേട്ട് ഇവിടെ ഓടിത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഇപ്പോഴത്തെ 10 മണിയാവാറായി. 10 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പം മെല്ലെ എഴുന്നേക്കാണ്. അപ്പം ഞാൻ എഴുന്നേക്കട്ടെ. ബൈ ബൈ. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ മുട്ട കഴിക്കും. ഞാൻ യൂഷ്വലി അല്ല കേട്ടോ, കഴിക്കുന്നത് കുറവാണ്. പക്ഷെ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ ഞാനൊരു മുട്ട പുഴുങ്ങുന്നത് അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അപ്പം ഞാൻ ഇന്ന് രാവിലെ മുട്ട പുഴുങ്ങുന്നത് കഴിക്കുന്നത്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കൊണ്ടുപോകാൻ വിചാരിച്ചു ഓഫീസിൽ. അങ്ങനെ അതിൻ്റെ ഉള്ളൊരു പ്രിപ്പറേഷൻ ആട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു പനീറിന് എന്തോ ഐറ്റം, പനീർ ബുർജി അങ്ങനെ എന്തോ സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. എൻ്റെ സാധനം ഇത് ഞാൻ പുതപ്പ് അവിടെ കൊണ്ട് അപ്പുറത്ത് കൊണ്ടിടും. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ മടക്കി വയ്ക്കും. അതിപ്പോൾ രാവിലെ ഒരു മടിയൊക്കെ ആയതുകൊണ്ട് ഇപ്പം പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ മുട്ട പിടിക്കുന്നത് ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര സ്പൂണൊക്കെ തൊണ്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ന്യൂട്രീഷനിസ്റ്റ് നമ്മളോട് പറഞ്ഞത് എഗ്ഗ് വൈറ്റ് 2 കഴിക്കാനാണ്. പക്ഷേ എനിക്ക് യോക്കാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു ഹോൾ എഗ്ഗ് ആട്ടോ ഞാൻ കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ എന്താ പറയുക, മീറ്റിങ്ങൊക്കെ കയറി അവിടെ എന്തൊക്കെയുണ്ട്, കഥകൾ എന്തൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് അവസ്ഥ എന്നൊക്കെ നോക്കും. അപ്പോൾ അതാണ് എൻ്റെ രാവിലത്തെ എന്താ പറയുക റൂട്ടീൻ. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ ഓഫീസിലേക്ക് പോകാൻ റെഡി ആവുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് ഓഫീസിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരിക്കും. നമ്മൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ പോകണം. അപ്പം ഭയങ്കര വെയിലായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട്, എസ്പെഷ്യലി കയ്യിൽ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഗ്ലൗസ് ഇട്ട് പോകണം. ഭയങ്കര വെയിലും പൊള്ളല കേട്ടോ. പിന്നെ ഇതെൻ്റെ ഗുജേൻ്റെ ദൈവം, ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് പറയണമായിരുന്നു. ഇത് ലൈക്ക് യൂഷ്വലി ഞാൻ ഇങ്ങനെ മരിച്ച് പെർഫ്യൂം ഇടുന്ന ആളല്ല. അപ്പം ഇത് ഞാൻ യൂഷ്വലി എന്താ പറയുക, ഫ്രസ്റ്റിൽ ദെൻ ബിഹൈൻഡ് ദ ഇയേഴ്സ് അങ്ങനെ ഇടുന്നേ ഉള്ളൂ. ഇത് തീരെ നിൽക്കണില്ല. തീരെ എന്ന് പറഞ്ഞാൽ തീരെ നിൽക്കണില്ല. എന്നിട്ട് പിന്നെ മരിച്ചടിക്കുകയാണെങ്കിലാണ് പിന്നെ ഇരിച്ചടിക്കുകയില്ല ലൈക്ക് സ്മെല്ല് കിട്ടണത്. എന്നിട്ട് ഞാൻ ആശിനോട് ചോദിക്കുകയും ചെയ്തു, എടോ താൻ മലേഷ്യയിൽ നിന്ന് മേടിച്ച പെർഫ്യൂം അത് നിൽക്കണുണ്ടോ നോക്കിയേ. പുള്ളിക്കാരൻ പറഞ്ഞു അവളുടെയും 1 or 2 ഇങ്ങനെ നിൽക്കുന്നില്ല പറഞ്ഞു. പക്ഷേ ഷനേൽ കമ്പാരിറ്റീവ്ലി നിൽക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ല. എന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമിപ്പോയി. പക്ഷേ സ്മെൽ ഇപ്പോഴും പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ അമ്മ ഇതാണെങ്കിൽ ഇത് ഞാൻ എപ്പോഴും ഇടാൻ ഇച്ചിരി ഫിഗർ ഔട്ട് ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കോട്ടോ. ഇത് എപ്പോഴും അത് എൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു വിരൽ കാണാൻ തോന്നും. പിന്നെ അത് തട്ടിപ്പിടിച്ചൊക്കെ എടുക്കണം. പിന്നെ ഈ സാധനം ഇതിന് കണ്ടോ, ഇതാണ് പ്രശ്നം. അത് കഴിഞ്ഞ് ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഞാൻ ശരിക്കും മെസ്സേജ് അയക്കും റെഡി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഗ്ലൗസ് ഇടുന്നത്. കാരണം ഗ്ലൗസ് ഇട്ടിട്ട് എനിക്ക് ഫോണിൽ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഈ ലൈക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഗ്ലൗസ് ഉണ്ടെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കയറുമ്പോഴും ഭയങ്കര എന്താ നിൽക്കുന്ന സ്ഥലത്തല്ല പോകുന്നത്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഗ്ലൗസ് ഭയങ്കര പെട്ടെന്ന് ഡേർട്ടി ആവും. അത് ആമസോണിൽ നിന്നാട്ടോ മേടിച്ചത്. ഭയങ്കര പെട്ടെന്ന് ഡേർട്ടി ആവും. ഞാനാണ് ഈ സാധനം ഒന്നുമില്ല ആഴ്ചയിലേക്ക് കഴുകുന്നത്. എന്നിട്ടും ഇതിൽ മറ്റേ ഒരു ഇച്ചിരി സ്റ്റെയിനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പോവാൻ റെഡി ആട്ടോ. ശ്വേതാജി വന്നേ. ശ്വേത ID കാർഡ് എടുക്കാൻ മറന്നു പോയി ഗൈസ്. ബാഗ് ക്ലീൻ ചെയ്തുകൊണ്ട് കാണിച്ചതാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കത്തെ വ്ളോഗ് എടുക്കാൻ മറന്നു പോയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈകുന്നേരമാണ്. അപ്പോൾ നമ്മൾ ചായ ഹട്ട് പറഞ്ഞ സ്ഥലമുണ്ട് ഇൻഫോ പാർക്കിൻ്റെ അകത്ത്. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നമ്മൾ എന്താ കഴിച്ചത്, 2 ബണ്ണ് കഴിച്ചു. ഒന്ന് ചോക്ലേറ്റ് ബണ്ണും വേറൊന്ന് ഒരു ക്രീം ബണ്ണും എന്തോ ബട്ടർ ബണ്ണും. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വിപ്രോൻ്റെ കാഫ്റ്റീരിയ വന്നിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതൊരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേളിൽ ചെന്നിട്ടോ ക്യാരംസ് കളിക്കാനാണ് പോയത്. നമ്മൾ യൂഷ്വലി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചില ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂഷ്വലി കളിക്കുന്നത്. ഇന്ന് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കളിച്ചില്ല. അപ്പോൾ പിന്നെ കുറേ നാൾക്ക് ശേഷമാണല്ലോ നമ്മൾ കളിക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ വിൽ ഗോ ആൻഡ് പ്ലേ ക്യാരംസ്. അങ്ങനെ നമ്മൾ പിന്നെയും വന്നിട്ട് ക്യാരംസ് കളിക്കുകയാണ്. അങ്ങനെ ക്യാരംസിലേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി. എനിക്കാണെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് മാറാൻ മടിയാവുന്ന സിസ്റ്റത്തെ ഫ്രണ്ട് ഇരിക്കുക കേട്ടോ. അങ്ങനെ അതായിരുന്നു നമ്മുടെ 2025 ഓഫീസ് വ്ളോഗ്.